പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു തക്കാളിക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 3 തക്കാളി, 2 പച്ചമുളക്, പിന്നെ അതിലേക്ക് വേണ്ടത് കറിവേപ്പില, പിന്നെ കട്ടി കൂടിയ കുറച്ച് കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതും കൂടെ നന്നായി ചൂടായിട്ട് വരുമ്പോൾ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂണോളം കടുകാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ. കറിവേപ്പില അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അത് 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റി കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ കട്ടി കൂടിയ കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടാവും നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഇട്ട് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് ഞങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.